Dear children, today we are going to discuss a new chapter in Social Science 2nd, Part 2 textbook, Chapter 6, Economic Growth and Economic Development. We have already discussed economy. Have you noticed the changes that happen in an economy? One of the noticeable changes is the increase in the agricultural output of the country. Likewise, other changes can also be found. Growth in construction sector, increase in industrial output, progress in banking sector, growth in ഇൻഷുറൻസ് സെക്ടർ. എക്കോണമിയെക്കുറിച്ച് തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഡെയിലി കാണാറുണ്ട്. നിരവധി മാറ്റങ്ങളാണ് സാമ്പത്തിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് എക്കോണമിയെക്കുറിച്ച് ധാരണ നേടിയെങ്കിൽ മാത്രമേ ഇത്തരം മാറ്റങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. രാജ്യത്തിൻ്റെ വികസനം വിലയിരുത്തുന്നതിനും മറ്റ് രാജ്യങ്ങളുടെ വികസനവുമായിട്ട് താരതമ്യം ചെയ്യുന്നതിനുള്ള കഴിവ് നേടുന്നതിനോടൊപ്പം രാജ്യത്തിൻ്റെ വികസന നയങ്ങളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനുള്ള കഴിവ് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വളർച്ച, സാമ്പത്തിക വികസനം, ഈ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഓഫ് ദി കൺട്രി ഇൻക്രീസസ്. രാജ്യത്തെ കാർഷികോൽപാദനം വർദ്ധിച്ചു എന്നത് ശ്രദ്ധേയമായ ഒരു മാറ്റമാണ്. അതുപോലെ വേറെയും മാറ്റങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഗ്രോത്ത് ഇൻ കൺസ്ട്രക്ഷൻ സെക്ടർ, നിർമ്മാണ മേഖലയിലെ വളർച്ച, ധാരാളം നിർമ്മാണങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, വ്യാവസായിക ഉൽപാദനത്തിൽ വർധനവുണ്ടാകുന്നു. പ്രോഗ്രസ് ഇൻ ബാങ്കിങ് സെക്ടർ, ഗ്രോത്ത് ഇൻ ഇൻഷുറൻസ്. ദ എബോവ് മെൻഷൻഡ് ചേഞ്ചസ് ഇൻഡിക്കേറ്റ് എക്കണോമിക് ഗ്രോത്ത്. നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത്, ആൻ ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ ഇക്കോണമി ഈസ് കോൾഡ് എക്കണോമിക് ഗ്രോത്ത്. Increase in the output of goods and services implies an increase in the national income of a country. In short, economic growth means an increase in the total output of a country compared to that of the previous year. ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വളർച്ചയെയാണ്, വർധനവിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An increase in the production of goods and services in an economy is called economic growth. Increase in the output of goods and services implies an increase in the national income of a country. ഒരു രാജ്യത്തെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അളവ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം വർദ്ധിക്കുന്നു എന്നാണ് അർത്ഥം. ഇൻ ഷോർട്ട്, എക്കണോമിക് ഗ്രോത്ത് മീൻസ് ആൻ ഇൻക്രീസ് ഇൻ ദി ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് എ കൺട്രി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി പ്രീവിയസ് ഇയർ. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു രാജ്യത്തിൻ്റെ ആകെ ഉൽപ്പാദനത്തിലുണ്ടാകുന്ന വർധനവിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ലെറ്റ് us see an example of economic growth. Assume that the production of paddy during 2016-17 was 100 quintals. In the year 2017-18, the production of paddy increased to 110 quintals. It can be seen that there has been an increase of 10% in the production of paddy during 2017-18 compared to the previous year. This indicates economic growth. 2016-17 ഉൽപ്പാദിപ്പിച്ച നെല്ലിൻ്റെ അളവ് 100 ക്വിൻ്റൽസ് ആണെന്ന് കരുതുക. 2017-18 ഉൽപ്പാദിപ്പിച്ച നെല്ല് 110 ആണ്. 2016-17 അപേക്ഷിച്ച് 2017-18 10 ക്വിൻ്റൽസ് അധികം നെല്ല് ഉൽപ്പാദിപ്പിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് പ്രൊഡക്ഷനിലുണ്ടാകുന്ന വർധനവിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 10% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. With economic growth, the country's capacity to fulfill the needs of the people also increases. Let us observe the following chart and understand how economic growth takes place. എക്കോണമിയിലെ 3 സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. പ്രൈമറി സെക്ടറാണ് അഗ്രികൾച്ചറൽ സെക്ടർ. കൃഷി, കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സെക്ടറാണ് അഗ്രികൾച്ചറൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വരുന്നത്. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ടീർഷറി സെക്ടറാണ്. ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, ഹോസ്പിറ്റൽസ് ഇതെല്ലാം വരുന്നത് സർവീസ് സെക്ടറിലാണ്.
Let us observe the following chart and understand how economic growth takes place. Increase in industrial production. വ്യാവസായിക ഉൽപ്പാദനം കൂടുന്നു. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴേക്കും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. കാർഷിക ഉൽപ്പാദനം കൂടുന്നു. കാർഷിക സാധനങ്ങളുടെ ഉൽപ്പാദനം, കൃഷിയുടെ വളർച്ച, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എക്കണോമിക് ഗ്രോത്താണ്. ഗ്രോത്ത് ഇൻ സർവീസ് സെക്ടർ. സേവന മേഖലയുടെ വളർച്ച, ടേർഷ്യറി സെക്ടറിൻ്റെ വളർച്ച. ഇൻക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ. ഇങ്ങനെ എല്ലാ മേഖലകളിലും 3 മേഖലകളിലും വളർച്ച ഉണ്ടാകുമ്പോഴേക്കും നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ശേഷി കൂടുന്നു. സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ പണം ആവശ്യമാണ് അല്ലേ. അപ്പം ഇങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോഴേക്കും നമ്മളുടെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടാകും, സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതും എക്കണോമിക് ഗ്രോത്തിന് കാരണമാകുന്നു. It is generally believed that progress in production sector create more employment opportunities in a country. The income earned by the workers through employment increases their purchasing power. This improves the standard of living of the workers. Increase in industrial production, increase in agricultural production, growth in service sector. 3 സെക്ടേഴ്സിലും 3 പ്രൊഡക്ഷൻ സെക്ടേഴ്സിലും വളർച്ചയുണ്ടാകുമ്പോഴേക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കുകയും അങ്ങനെ വർക്കേഴ്സിന് അവരുടെ വരുമാനം, അവരുടെ പർച്ചേസിംഗ് പവർ കൂടുകയും ചെയ്യുന്നു. സാധനങ്ങൾ വാങ്ങാനുള്ള അവരുടെ ശേഷി കൂടുന്നു. വരുമാനം കൂടുമ്പോഴേക്കും സാധനങ്ങൾ വാങ്ങാനുള്ള അവരുടെ കഴിവ് കൂടും. വർക്കേഴ്സിൻ്റെ വരുമാനം വർദ്ധിക്കുമ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും വർദ്ധിക്കുന്നു. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. We have learned about economic growth. Now let us see how economic growth can be calculated. A measure called economic growth rate is used for this. Economic growth is calculated on the basis of increase in national income. Economic growth rate is the rate of increase in the national income during the current year as compared to the previous year. നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന വളർച്ചയെ അടിസ്ഥാനമാക്കിയാണ് എക്കണോമിക് ഗ്രോത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച്, പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച് കറൻറ്റ് ഇയറിൽ നാഷണൽ ഇൻകത്തിൽ ഉണ്ടാകുന്ന വർധനവിൻ്റെ നിരക്കിനെയാണ്, വർധനവിൻ്റെ റേറ്റാണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. Next topic is economic development. It cannot be claimed that economic growth alone improves the standard of living of the people. For an improvement in the standard of living, several other living conditions should be made available along with the increase in national income. എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടണമെങ്കിൽ ഉയർന്ന നാഷണൽ ഇൻകത്തോടൊപ്പം തന്നെ മറ്റനവധി ജീവിത സാഹചര്യങ്ങൾ കൂടി ലഭ്യമാകണം. അതെന്തെല്ലാമാണെന്ന് നോക്കാം. അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഫോർ ഓൾ. എല്ലാവർക്കും പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുക. എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭ്യമാവണം. ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഫോർ ഓൾ. എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, നല്ല ഹോസ്പിറ്റൽസ് ലഭ്യമാവണം. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഫോർ ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാവണം. അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ ഫോർ ഓൾ. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാവണം. ബെറ്റർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഫോർ ഓൾ. പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ കാര്യക്ഷമമാവുക, നല്ല റോഡുകൾ ലഭ്യമാവുക. When the improved living conditions are available to all, the standard of living of the people improves. Economic development takes place when the standard of living improves with economic growth. ഇംപ്രൂവ്ഡ് ലിവിങ് കണ്ടീഷൻസ്, മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുമ്പോഴാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നത്. എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടി കൂടുമ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം, സാമ്പത്തികമായിട്ടൊരു രാജ്യം വളർന്നു എന്നതുകൊണ്ട് മാത്രം ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടണമെന്നില്ല. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടണമെങ്കിൽ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് കൂടി ലഭ്യമാവണം. എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടി ഉയരുമ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. എ കൺട്രി ഈസ് സെഡ് ടു ഹാവ് അറ്റൈൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വെൻ ദർ ഈസ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് അക്സസിബിൾ ടു ഓൾ. ഒരു രാജ്യം എക്കണോമിക് ഗ്രോത്ത് നേടുകയും അതിൻ്റെ ഗുണം ആ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമ്പോഴാണ് ആ രാജ്യം എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൈവരിച്ചു എന്ന് പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈക്വൽസ് economic growth plus better standard of living. We have learned that economic growth and economic development are interrelated concepts. At the same time, there are some differences between the two.
സം ഓഫ് ദി ഡിഫറൻസസ് ആർ ഗിവൺ ഇൻ ദി ഫോളോവിങ് ടേബിൾ. എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. എന്നാലും അവ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. എക്കണോമിക് ഗ്രോത്ത്, ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പ്രൊഡക്ഷൻ. ഇൻകത്തിലും പ്രൊഡക്ഷനിലുള്ള വർധനവിനെയാണ് എക്കണോമിക് ഗ്രോത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൽപ്പാദനത്തിലും വരുമാനത്തിലുള്ള വർധനവാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. ജീവിത ഗുണനിലവാരത്തിലാണ് അവിടെ ഉയർച്ചയുണ്ടാകുന്നത്. ഇൻകവും പ്രൊഡക്ഷനുമാണ് എക്കണോമിക് ഗ്രോത്തിൽ വളരുന്നതെന്ന് പറഞ്ഞു. ഉൽപ്പാദനവും വരുമാനത്തിലുള്ള വളർച്ചയാണ് എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഡെവലപ്മെൻറ്റിലാവുമ്പോഴേക്കും ആളുകളുടെ ജീവിത നിലവാരമാണ് ഉയരുന്നത്. എക്കണോമിക് ഗ്രോത്ത് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് എക്കണോമിക് ഗ്രോത്തിൻ്റെ അളവുകോൽ. എത്രമാത്രം നാഷണൽ ഇൻകം കൂടി എന്നതനുസരിച്ച് എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വേരിയസ് ഇൻഡീസസ് സച്ച് ആസ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എക്സെട്ര. ഒരു രാജ്യം എക്കണോമിക് ഡെവലപ്മെൻറ്റ് നേടിയോ എന്നറിയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി പല ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിനുള്ള ടൂളുകളാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തുടങ്ങിയവ. എക്കണോമിക് ഗ്രോത്ത് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ. എക്കണോമിക് ഗ്രോത്ത് എന്നത് സംഖ്യാപരമായിട്ട് സൂചിപ്പിക്കാവുന്ന ഒന്നാണ്. എത്രമാത്രം സാമ്പത്തിക വളർച്ച നേടി, എത്ര യൂണിറ്റ് നേടി, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് നേടി എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെഷർ. ഗുണപരമായിട്ടുള്ള മാറ്റമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് സൂചിപ്പിക്കുന്നത്. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ എത്ര ഗുണപരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായത് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത് എംഫസൈസ് ഈസ് പുവർലി ഓൺ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രമാണ് എക്കണോമിക് ഗ്രോത്തിൽ പ്രാധാന്യം നൽകുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എംഫസൈസ് ഓൺ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഘടകങ്ങൾക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രാധാന്യം നൽകുന്നു. ഗ്രോത്ത് ഹാപ്പൻസ് ഇൻ എ ഷോർട്ട് ടേം. വളരെ ചെറിയ കാലയളവിൽ തന്നെ ഗ്രോത്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു ലോങ് പീരീഡ് കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ചേഞ്ച് വരുത്താനായിട്ടോ സാധിക്കില്ല. എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.